പാർട്ടിയുടെ ഫറൂഖ് ഏരിയ സെക്രട്ടറി രാധാഗോപിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ രാമനാട്ടുകര ഫറൂഖ് കോളേജിനടുത്ത് ഈ നിപ്പ വൈറസ് ബാധിച്ച പ്രദേശത്തിനടുത്തു നിന്നാണ് വരുന്നത്. അവിടെ പോയപ്പോഴാണ് നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങളൊന്ന് പങ്കിടണം എന്ന് തോന്നിയത്. നിപ്പ വൈറസ് വീണ്ടും നമ്മുടെ ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നു എന്നത് വേദനാജനകമാണ്. ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ എല്ലാ നിലയിലും കേരള ഗവൺമെൻറ്റിനോടും ആരോഗ്യവകുപ്പിനോടും കൂടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനത്തിനും CPIM അതിൻ്റെ പ്രവർത്തകരും തയ്യാറായിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്നാൽ ചില അനാസ്ഥകളും അശ്രദ്ധകളും ചൂണ്ടിക്കാണിക്കാതെ നിർവാഹമില്ല. ഈ രോഗി 4 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ആ രോഗിയുടെ നിലയെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് വന്നാൽ അടിയന്തര പ്രാധാന്യത്തിൽ ആരോഗ്യവകുപ്പ് ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊന്നും തന്നെ ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന അതിശക്തമായ പ്രതിഷേധം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുമ്പിൽ 2 തവണ നിപ്പ വന്ന അനുഭവമുണ്ട്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സർക്കാരും ഉദ്യോഗസ്ഥന്മാരും ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത്. ജനങ്ങളാകെ ഭയവിഹ്വലരാണ്, വലിയ ആശങ്കയിലും പ്രയാസത്തിലുമാണ്. ഒട്ടേറെ പേർ വലിയ പ്രയാസത്തോടു കൂടി പ്രായം ചെന്നവർ പോലും ഇപ്പോൾ ഞങ്ങളുമായി സംസാരിച്ചു. സാധാരണ നിലയിൽ ഇത് വന്നാൽ കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടത് ആരോഗ്യമന്ത്രി കഴിഞ്ഞ കാലത്ത് 2 തവണയും കാഡസൻ മന്ത്രിമാർ, ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടെ സാധാരണക്കാരനെ പോലെ അവരോടൊപ്പം നിന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു അനുഭവമാണ് ഉണ്ടായത്. എന്നാൽ നമ്മൾ ഇന്നലെ കണ്ടത് മെനഞ്ഞാന്ന് തന്നെ ഇവിടുത്തെ ലാബറട്ടറിയിൽ നിപ്പയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഡിക്ലറേഷൻ നടന്നിട്ടില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട കലക്ടർ ഡിക്ലെയർ ചെയ്തു. പക്ഷേ വൈകുന്നേരം മന്ത്രി എന്തു പറഞ്ഞു എന്ന് ഞാൻ പറയണ്ട. അവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ നിരുത്തരവാദിത്വം. അതറിയണ്ടേ സാധാരണ മന്ത്രി. ഇന്നിപ്പോൾ അവിടുത്തെ MLA പഴയ മന്ത്രിയാണ്. അദ്ദേഹം DM ഓഫീസിൽ പോയി ക്വാറൻറ്റൈനിലുള്ള ലിസ്റ്റ് ചോദിച്ചപ്പം അതില്ല അവിടെ. ഞങ്ങൾ കൃത്യമായി പറയാണ് 27 പേർ ക്വാറൻറ്റൈനിലാപ്പോൾ. അവർക്കെല്ലാം ജനങ്ങൾ എന്ന രീതിയിൽ അവിടെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ അടുത്ത് അത്രത്തോളം ഉത്തരവാദിത്തമില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗമായി സാധാരണ ഇതിൻ്റെ പ്രതിരോധം എന്ന രീതിയിൽ PP കിറ്റ്, അതേപോലെ മാസ്ക്, സാധാരണ ഇതിന് പ്രതിരോധത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്ന മരുന്ന്, ഇതൊന്നും അവിടെ കിട്ടിയിട്ടില്ല ഇപ്പോഴും. ഇതെല്ലാം ഈ സന്ദർഭത്തിൽ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ ആകെ നിങ്ങൾ ആ പ്രദേശത്ത് പോയാൽ ജനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആവലാതികളും പ്രയാസവും ഭയവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഭയമാണ്. അതും എങ്ങനെയുള്ള ഭയം? വിഷമം കൊണ്ടുള്ള ഭയമാണ്. ആ ഒരു വികാരം നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഇത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ഞാനും ഏരിയ സെക്രട്ടറി രാധാഗോപിയും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഇന്നേവരെ ചെയ്ത നടപടികൾ നിരുത്തരവാദപരമാണ്. അടിയന്തരമായി മന്ത്രിയും അല്ലെങ്കിൽ ജില്ലയ്ക്ക് ചാർജുള്ള മന്ത്രിയുണ്ട്, ഇവരാരെങ്കിലും ഒരു മന്ത്രി ഇവിടെ ഇതിന് ചുമതല ഏറ്റെടുക്കണം. ഞങ്ങളെല്ലാം ഇവരോടൊപ്പം ഉണ്ട്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനത്തിനും ഞങ്ങളെല്ലാം തയ്യാറാണ്. ഇതിനകത്ത് മറ്റൊരു കക്ഷി രാഷ്ട്രീയവും നോക്കാൻ ഞങ്ങളാരും ഒരിക്കലും തയ്യാറായിട്ടില്ല ഒരു കാലത്തും. ഈ കാര്യത്തെ നമുക്ക് എങ്ങനെയെങ്കിലും തുടച്ചു നീക്കാനും ഇല്ലായ്മ ചെയ്യാനും ജനങ്ങളുടെ ജീവന് രക്ഷ കിട്ടത്തക്ക രീതിയിൽ ഈ രോഗം നമുക്ക് കുറച്ച് കാലങ്ങളായി ഇപ്പോൾ വന്നുവിട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള രോഗങ്ങൾ
ആ രോഗത്തിൻ്റെ പേര് പറയുമ്പോൾ നമുക്ക് ഭയം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ അടിയന്തരമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാരും ആരോഗ്യവകുപ്പും മുന്നിട്ടിറങ്ങണം എന്ന് അതിശക്തമായി പറയാനാണ് ഞാൻ നിങ്ങളെ അഭ്യർത്ഥിച്ചത്. നിങ്ങൾ ഈ സമയത്ത് വരികയും ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് എല്ലാവരോടും ഉള്ള നന്ദി കൂടെ പ്രകാശിപ്പിക്കുകയാണ്. എന്തെങ്കിലും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ രാധാഗോപി കൂടെ സംസാരിക്കും.